മുറിവേറ്റ സിംഹമാണിപ്പോൾ ഇസ്രായേൽ. മൊസാദ് ആസ്ഥാന മന്ദിരത്തിന് തൊട്ടടുത്ത് വരെ ഇറാൻ്റെ മിസൈൽ പതിച്ചു. ആക്രമണത്തിൽ രൂപപ്പെട്ട അഗാധ ഗർത്തത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ അപമാനം ഇസ്രായേൽ സഹിക്കുമോ? തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായി. ആക്രമണം തടഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും നാശനഷ്ടങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിലൊന്ന് പതിച്ചത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് തൊട്ടു സമീപത്താണ്. മിസൈൽ പതിച്ച് ടെലവിവിലെ ആസ്ഥാനത്തിന് സമീപം ഒരു വൻ ഗർത്തം രൂപപ്പെട്ടു. ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മൊസാദ് ആസ്ഥാനത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെ ഒരു ബഹുനില അപ്പാർട്ട്മെൻറ്റിന് സമീപത്ത് നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് പ്രചരിക്കുന്നത്. വീഡിയോയിൽ പാർക്കിംഗ് സ്ഥലത്ത് രൂപപ്പെട്ട ഗർത്തം കാണാം. മിസൈൽ ആക്രമണത്തിൽ പൊടിപടലങ്ങൾ ഉയർന്ന് വാഹനങ്ങൾ മണ്ണിൽ മൂടിയതും കാണാം. ഒരു സിനിമാ കോംപ്ലക്സിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയാണ് മിസൈൽ വീണത്. അതിനിടെ മറ്റൊരു ആക്രമണത്തെക്കുറിച്ചുള്ള വിവരവും പുറത്തു വന്നു. ഡെൻമാർക്കിലെ ഇസ്രായേലിൻ്റെ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായി. നാറ്റോ രാജ്യമായ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ സ്ഥിതി ചെയ്യുന്ന എംബസിക്ക് സമീപത്താണ് 2 സ്ഫോടനങ്ങളുണ്ടായത്. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ സ്ഫോടനങ്ങൾ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇരട്ട സ്ഫോടനത്തിൽ ഇസ്രായേലി എംബസി ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും അപമാനം സഹിച്ച് അധികനാൾ ഇസ്രായേലിന് മുന്നോട്ട് പോകാനാവില്ല. തിരിച്ചടി ഉറപ്പാണ്. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടാകും? ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് അതാണ്. ഇറാന് കനത്ത തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ എന്നാണ് ഓൺലൈൻ മാധ്യമമായ ആക്സിയോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനായുള്ള പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ്റെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെയും തന്ത്രപ്രധാന മേഖലകളെയും ലക്ഷ്യമിട്ടാകും ഇസ്രായേൽ ആക്രമണം നടത്തുക എന്നാണ് അധികൃതരെ ഉദ്ധരിച്ച് ആക്സിയോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓൾ ഓപ്ഷൻസ് വിൽ ബി ഓൺ ദ ടേബിൾ എന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും മറ്റൊരു പ്രകോപനം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇറാൻ്റെ ന്യൂക്ലിയർ സംവിധാനങ്ങളെ പോലും ഇസ്രായേൽ ആക്രമിച്ചേക്കാം എന്നാണ് ആക്സിയോണിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 180ഓളം മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസം ഇറാൻ തൊടുത്തുവിട്ടത്. തലസ്ഥാനമായ ടെലവിവിലേക്കും ഇസ്രായേൽ പിടിച്ചെടുത്ത പലസ്തീൻ പ്രദേശങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു.